അമ്മ എന്ന സംഘടന അതേ സംബന്ധിച്ച് വലിയ വാർത്തകളാണ് നമുക്ക് പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നടി ആക്രമിക്കപ്പെട്ട കാലത്തിന് ശേഷം കൂടുന്ന ആദ്യത്തെ ജനറൽ ബോഡിയാണെന്ന് തോന്നുന്നു. ആ ജനറൽ ബോഡി യോഗത്തിൽ ഈ ആക്രമണത്തെക്കുറിച്ചും ഒരുപക്ഷെ ആക്ഷേപങ്ങൾക്ക് ശരവ്യമായ പ്രമുഖ നടനെക്കുറിച്ചും എന്ത് നിലപാടാണ് ആ സംഘടന കൈക്കൊള്ളാൻ പോകുന്നത് എന്നത് കൗതുകകരമായ ഒരു കാര്യമായി മലയാളികൾ നോക്കിക്കൊണ്ടിരുന്നു. അവരെ നിരാശപ്പെടുത്തുന്ന വാർത്തകളാണ് അമ്മ എന്ന യോഗവേദിയിൽ നിന്ന് ഇന്നലെ പുറത്തേക്ക് വന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ പത്രങ്ങൾ തരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഒരു ചെറിയ പരസ്യ ഇടവേള. ഇന്നലെ അമ്മ എന്ന സംഘടനയുടെ 23ാമത് ജനറൽ ബോഡി യോഗം പൊതുസമ്മേളനം കൂടുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ പ്രമുഖമായി വന്ന ഇഷ്യൂ, വരേണ്ടിയിരുന്ന ഇഷ്യൂ, വന്നു കഴിഞ്ഞ ഇഷ്യൂ നടിയുടെ മേലുള്ള ഏറ്റവും ഹീനമായ ആക്രമണമായിരുന്നു. അതൊന്ന്, ഒരു വശത്ത് ആക്രമണത്തിന് വിധേയമായി നിന്ന നടി, അതും സിനിമാ ലോകത്തിനകത്ത് നിന്നുള്ള സംഭവഗതികളുടെ പശ്ചാത്തലത്തിൽ ആക്രമിക്കപ്പെട്ട നടി, അതിന്മേൽ ആരോപിതനായ ഒരു നടൻ, രണ്ടുപേരും ഒരുപോലെ പ്രശസ്തരായ ആളുകൾ. ഇവരെ രണ്ടുപേരെയും ഒരുപോലെ കാണാനാകുമോ? കാണാം എന്നാണ് അമ്മ എന്ന സംഘടന പറയുന്നത്. കാരണം എല്ലാവരും അമ്മയുടെ മക്കളാണ്. എത്ര ഉദാത്തമായ സമീകരണം! എല്ലാവരും അമ്മയുടെ മക്കൾ, അമ്മയുടെ മക്കൾ ഒരുപോലെയാണ് എന്ന് ഒരു കുടുംബഘടനയിലേ പറയാനാകൂ. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ അമ്മ, അദ്ദേഹത്തിൻ്റെ ഒരു അമ്മയുണ്ട്. അമ്മയെ നമുക്ക് പരിചയവുമാണ്. ആ അമ്മയ്ക്ക് മറ്റു മക്കളുമുണ്ട്. മറ്റു മക്കളിൽ ഒരാൾ, ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ സഹോദരന്മാർ, അവരെ സംബന്ധിച്ച് പല വാർത്തകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സഹോദരനും നരേന്ദ്രമോദിയും ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപോലെയാണോ? ഒരേ അമ്മയുടെ മക്കളായാൽ എല്ലാവരും ഒരു നാടിന് ഒരുപോലെയൊന്നും ആകില്ല. ആ വീട്ടിനകത്ത് ഒരുപോലെയാകും, അമ്മയ്ക്ക് ഒരുപോലെയാകാം. അമ്മ എന്ന വിളിപ്പോലുള്ള ഈ സംഘടനയുണ്ടല്ലോ, അതിൻ്റെ മുഴുവൻ പേര് അസോസിയേഷൻ ഫോർ മലയാളം മൂവി ആർട്ടിസ്റ്റ്സ് എന്നാണ്. അസോസിയേഷനാണത്, കുടുംബമല്ല. അസോസിയേഷൻ ഫോർ മലയാളം മൂവി ആർട്ടിസ്റ്റ്സ്. നെടുമുടി വേണുവാണത്രേ അങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചത്. അന്ന് അങ്ങനെ നിർദ്ദേശിക്കുമ്പോൾ ഇങ്ങനൊരു വലിയ അപകടം സംഭവിക്കുമെന്ന് പാപം കാര്യവിവരമുള്ള നെടുമുടി വേണു പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. ഏതായാലും അതാണ് സംഭവിച്ചത്. അതായത് ഈ അസോസിയേഷൻ എന്നത് മലയാളം സിനിമാ വ്യവസായത്തിൽ അഭിനേതാക്കളുടെ അവകാശം നിലനിർത്താൻ പോകുന്ന സംഘടനയാണ്, കുടുംബമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഈ സംഘടന ബാധ്യസ്ഥവുമാണ്. ആക്രമിക്കപ്പെട്ട നടി, ആരോപിതനായ നടൻ, ആരുടെ കൂടെയാണ് ഈ സംഘടന നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയില്ല. നോക്കൂ, അനവരതം ധാരാളം കഥാപാത്രങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെട്ട മുഖഭാവ മുദ്രകളാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ അടക്കം ധാരാളം നടന്മാർ. ആ കഥാപാത്രങ്ങളിലൂടെ നടനെ കാണരുത് എന്ന് ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും അവരെല്ലാം ആഗ്രഹിക്കുന്നത്, സത്യത്തിൽ മാലോകരൊഴിച്ചാൽ ഈ നടന്മാർ ആലോചിക്കുന്നത് അവരവതരിപ്പിച്ച കഥാപാത്രങ്ങളാണ് അവർ എന്നാണ്. അപഹാസ്യമാണ് ഈ ആലോചന, അവിവേകമാണ് ഈ ചിന്ത, അറിവില്ലായ്മയാണ് ഇവരെ നയിക്കുന്നത് എന്ന് പറയാതെ വയ്യ. നോക്കൂ, നടിക്കെതിരെ അതിക്രമം, ഒന്നും മിണ്ടാതെ അമ്മ. കേരള കൗമുദി വാർത്ത തരുന്നു, ഇപ്പോൾ യോഗം കൂടുമ്പോൾ അതിന് തൊട്ടു മുമ്പ് നടന്ന, കേരളത്തെ ഞെട്ടിച്ച, ഇവരുടെ വ്യവസായത്തെ ഞെട്ടിച്ച ആ സംഭവത്തിന്മേൽ കമ എന്ന് പറയാതെ ഒരു സംഘടന ഇരിക്കുന്നു. വിവാദ പരാമർശങ്ങളും പ്രതികരണങ്ങളുമായി മലയാള സിനിമാ കുടുംബത്തെ ചേരിപ്പോരിലേക്ക് വരെ വഴിതെറ്റിച്ച യുവനടി ആക്രമിക്കപ്പെട്ട സംഭവം അമ്മ ഇന്നലെ നടന്ന ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്തില്ല. പുറത്ത് വിവാദം കത്തുമ്പോഴും സംഭവത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെയാണ് താരങ്ങൾ അമ്മയുടെ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തത്. റിമ കല്ലിങ്കൽ എന്ന ഒരു യുവനടി, ആ നടി ഇതേ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചു എന്നവർ പറയുന്നു. ആരും അത് ഏറ്റെടുത്തില്ല. സത്യത്തിൽ ഈ സമ്മേളനത്തിലേക്ക് ആക്രമിക്കപ്പെട്ട നടിയെ ആദരവോടെ അണിയിച്ചാനയിച്ച് അവരുടെ പിന്നിൽ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കേണ്ട സംഘടനയാണ്
ഈ ആരോപിതനായ നടൻ്റെ മുന്നിൽ സർവ്വവിധ നിയന്ത്രണങ്ങളും തെറ്റി പിന്തുണ പ്രഖ്യാപിച്ചത് എന്ന് ഓർക്കണം. ആരോടാണ് ഇവരുടെ പ്രതിബദ്ധത? നോക്കൂ, ഈ സംഘടനയെ നയിക്കുന്ന പ്രധാനികളിൽ 2 MLA-മാരും ഒരു MP-യുമുണ്ട്. മുകേഷ് MLA ആണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെല്ലാം പൂർണ്ണമായും ദിലീപിന് പിന്നിലാണ്. പിന്നിലായിക്കൊള്ളട്ടെ, സത്യത്തിൽ സിനിമയിൽ അദ്ദേഹം ദിലീപിന് പിന്നിൽ തന്നെയാണ്. പക്ഷേ അങ്ങനെ പിന്തുണ കൊടുക്കുമ്പോൾ ഒരു രാഷ്ട്രീയമുണ്ട് ആ പിന്തുണയ്ക്ക്. അത് MLA ആയ അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു. മുകേഷ് MLA ആയത് എങ്ങനെയെന്ന് അദ്ദേഹം ഓർക്കണം. ഒരു സിനിമാ താരത്തെയും വിജയിപ്പിച്ച ചരിത്രം മലയാളിക്കില്ല. മുകേഷ് MLA ആയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയുമൊക്കെ പേരെടുത്ത ഒരു സാംസ്കാരിക ധാരയുടെ ഭാഗമായാണ്. അത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിൽ തുടങ്ങി പിന്നീട് കാളിദാസ കലാകേന്ദ്രത്തിലൊക്കെ ഉയർന്നു കേട്ട മനുഷ്യ വികാരമുണ്ടല്ലോ, മനുഷ്യ സ്നേഹത്തിൻ്റെ ഭാവഗാനങ്ങൾ. ആ ഭാവഗാനങ്ങളുടെ ഉൽപ്പന്നമാണ് മുകേഷ് എന്നറിയാവുന്നത് കൊണ്ടാണ് കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികൾ അദ്ദേഹത്തെ സ്നേഹിച്ചത്, അല്ലാതെ സിനിമാ താരമായിട്ടൊന്നുമല്ല. അകമഴിഞ്ഞ് സ്നേഹിക്കാനുള്ള വൈവിധ്യ പൂർണ്ണതയൊന്നും സിനിമാ താരം എന്ന നിലയ്ക്ക് ഇപ്പോഴും മുകേഷിനില്ല. പിന്നെ വരുന്നത് നമുക്കറിയാം, ഇന്നസെൻ്റ് MP-യാണ്. ഇന്നസെൻ്റ് സിനിമാ താരമാകുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോൽക്കുകയും ചെയ്ത രാഷ്ട്രീയ പശ്ചാത്തലമുള്ളയാളാണ്. അതുകൊണ്ടാണ് പ്രേം നസീർ തോൽക്കുന്നിടത്ത് ഇന്നസെൻ്റ് ജയിക്കുന്നത്. വിനി വരുന്നത് ഗണേശാണ്. അത് ബാലകൃഷ്ണപിള്ളയുടെ നിഴലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ എന്ന നിലയ്ക്കുള്ള രാഷ്ട്രീയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിലാണ് അദ്ദേഹം ജയിച്ചത്. അതിനുശേഷം അദ്ദേഹം സ്വന്തമായി ഒരിടമുണ്ടാക്കി. അദ്ദേഹമാകട്ടെ വലിയ സിനിമാ താരമൊന്നും അല്ല താനും. അങ്ങനെ വരുമ്പോൾ സിനിമാ താരങ്ങളെ കണ്ടാൽ കണ്ണ് മിഴിക്കുന്ന ആളുകളല്ല മലയാളി. അവരുടെ കണ്ണ് മഞ്ഞളിച്ചു പോകില്ല പളപളപ്പിൽ, പ്രസിദ്ധിയുടെ പളപളപ്പിൽ. അങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങളിൽ നിലപാടെടുക്കണമായിരുന്നു. ആ സംഘടന നിലപാടെടുത്തില്ല. ഇരുവരും ഒരുപോലെയല്ല എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോകുന്നത് വഴി ആധുനിക മലയാളി ഭാവുകത്വത്തിന്മേൽ അതുമായി ബന്ധിപ്പിക്കുമ്പോൾ എത്രത്തോളം പിന്നണിയിലാണ്, അപഹാസ്യരാണ് ഈ ആളുകൾ എന്ന് തിരിച്ചറിഞ്ഞു പോകും. സ്ത്രീകളുടെ സംഘടന വിമൻസ് കളക്റ്റീവ് ഇൻ സിനിമ ആ പ്രശ്നം ഉന്നയിച്ച് അവരുടെ നിലപാട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ദുർബലമായെങ്കിലും ഇപ്പോഴും ഉറച്ചു നിന്ന് അവരുടെ കൂട്ടുകാരിക്ക് വേണ്ടി പൊരുതുന്ന ഈ സംഘടനയുണ്ടല്ലോ, ഒരുപക്ഷെ മാറി വരുന്ന മലയാളികളുടെ ഭാവുകത്വത്തിൻ്റെ മുന്നേ സഞ്ചരിക്കുന്ന ഒരു പക്ഷിയായി തീർന്നുകൂടായികയില്ല. അത്രത്തോളം അഭിമാനം ആ സംഘടന അവകാശപ്പെടുന്നുണ്ട്. അവർക്കത് നൽകേണ്ടതുമാണ് എന്നാണ് തോന്നുന്നത്.